ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം വചനപ്രകാരം പറയുന്നു: കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു പ്രാർത്ഥനയായിട്ട് പറയുക, കർത്താവെ, അവരെ സുഖപ്പെടുത്തിയത്, വിശ്വാസികളെ സുഖപ്പെടുത്തിയത്, ദൈവമക്കളെ സുഖപ്പെടുത്തിയത് മരുന്നോ ലേപന ഔഷധമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, മരുന്ന് കഴിക്കണ്ട എന്നല്ല പറയുക. മരുന്നിലൂടെയും വൈദ്യരിലൂടെയും ദൈവമാണ് സുഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് മരുന്ന് കഴിക്കുമ്പോൾ, ചികിത്സയ്ക്ക് പോകുമ്പോൾ ചികിത്സയിലൂടെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈ ചികിത്സയുടെ മാത്രമല്ല, അതല്ലാതെ അത്ഭുതകരമായിട്ടും ദൈവം സുഖപ്പെടുന്ന ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് സൗഖ്യം അത് ദൈവകരങ്ങളിൽ നിന്നാണ് എന്ന് വിശ്വസിക്കാം. സൗഖ്യം ദൈവകരങ്ങളിൽ നിന്ന് ആണ് എന്നറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കർത്താവിൻ്റെ ഹിതം അനുസരിച്ച് കർത്താവിനോട് ചേർന്ന് ദൈവാരാധന മുന്നോട്ട് പോകണം, സൗഖ്യം ലഭിക്കാനായിട്ട്, സൗഖ്യത്തിൽ നിലനിൽക്കാനായിട്ട്. രോഗമുള്ളവർക്ക് മാത്രമല്ല, മറിച്ച് എന്ന് വേണമെങ്കിലും ഈ ശരീരത്തിൽ ജീവിക്കുന്ന എന്ന് വേണമെങ്കിലും ശരീരത്തിൽ രോഗം വരാം. അപ്പം അങ്ങനെയെങ്കിൽ ഈ സൗഖ്യത്തിൽ നിലനിൽക്കാൻ വേണ്ടിയും നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. ഈ ദൈവത്തിൻ്റെ വചനം കാണാപ്പാഠം പഠിക്കാം. നമുക്ക് രോഗമുള്ളപ്പോൾ ഈ വചനം പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞ് ഈശോയോട് പറയാം: ഈശോയെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, അവിടുത്തെ വചനം, ദൈവവചനം എനിക്ക് സൗഖ്യം നൽകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം പറയുന്ന പോലെ തന്നെ വചനത്തിലൂടെ എനിക്ക് സൗഖ്യം നൽകണം. അവകാശപ്പെട്ട് സൗഖ്യം പ്രാർത്ഥിക്കാം. ഇനി സൗഖ്യത്തിലായിരിക്കുമ്പോൾ, രോഗമൊന്നും ഇല്ലാതിരിക്കുമ്പോഴും വചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം: ഈശോയെ, എനിക്കിന്ന് ആരോഗ്യമുണ്ടെങ്കിൽ, എനിക്കിന്ന് സൗഖ്യമുണ്ടെങ്കിൽ, ഞാൻ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ അത് നീ എനിക്ക് സൗഖ്യം നൽകുന്നതുകൊണ്ടാണ്, ദൈവവചനം എനിക്ക് സൗഖ്യം നൽകുന്നതുകൊണ്ടാണ്. അങ്ങനെ ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് ഇതിൻ്റെ അഭിഷേകം നമുക്ക് നിലനിൽക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളെയും പ്രത്യേകിച്ച് ആശീർവദിക്കുന്നു. യേശു നാമത്തിൽ ദൈവവചനത്തിന് അനന്തയോഗത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.